മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വലിയ ഗർത്തത്തിലേക്കാണ് ദിനം പ്രതി പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയുടെ പേരിൽ മഹാരാഷ്ട്രയിൽ വലിയ കലാപമാണ് അരങ്ങേറുന്നത്. കലാപങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന അവസ്ഥയിലേക്കാണ് സൗബൽറ്റ് സംസ്ഥാനങ്ങൾ പോകുന്നത്. മോദിയുടെ 11 വർഷമായുള്ള ഭരണം ഇന്ത്യയെ കലാപഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി മഹാരാഷ്ട്രയിൽ കലാപം നടക്കുന്നത് ചാവ എന്ന ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയതിനെ തുടർന്നാണ്. വളരെയേറെ പ്രപഗാന്ത സിനിമകളാണ് ജനങ്ങളെ മണ്ടന്മാർ ആക്കി നിർത്തുന്നതിന് വേണ്ടി മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഔറംഗസേബിനെ കുറിച്ചുള്ള ചാവ എന്ന പ്രപഗാന്ത ഹിന്ദി മൂവിയാണ് മഹാരാഷ്ട്രയെ കലാപഭൂമിയാക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം പ്രപഗാന്ത സിനിമകൾ ഇറക്കി സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്നത് എന്ന് വേണം ന്യായമായും കരുതാൻ. ഔറംഗസേബ് മരിച്ചിട്ട് 318 വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ 1707. അങ്ങനെ 300-ൽ അധികം വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു മണ്ണടിഞ്ഞ ഔറംഗസേബിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങൾ കലാപവും കൊലയും നടത്തുക എന്ന് വെച്ചാൽ ഏത് കാലത്താണ് ഈ മന്ദഭക്തർ ജീവിക്കുന്നത്? ഔറംഗസേബ് മരിച്ചിട്ട് 317 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അതിന്റെ പേരിൽ രാജ്യത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. എന്നാൽ ഈ 2025-ൽ ലോകം മൊത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ടെക്നോളജിയിലും എല്ലാം കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പിന്തുണക്കാർ മസ്ജിദുകളുടെ അടിയിൽ ശിവലിംഗം തപ്പുന്നതിനും ഔറംഗസേബിന്റെ പേരിൽ കലാപവും കൊള്ളുവയ്പും നടത്തുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. നാഗ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന്റെ ചില ദൃശ്യങ്ങളാണ് ഇവ. കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും തീയിടുകയുമാണ് ഇവിടെ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് തോന്നിയത് ഔറംഗസേബിന്റെ കല്ലറ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന്. മാർച്ച് 10-ാം തീയതി BJPയുടെ ഒരു MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കല്ലറ നീക്കം ചെയ്യണമെന്ന്. അത് വളരെ ന്യായമായ ആവശ്യമാണ് എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മറ്റ് രാജ്യങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ 2025-ൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പറയുന്നത്. അയാൾ നിയമസഭയിൽ പറഞ്ഞത് നാഗ്പൂരിൽ ഇതിനെ ചൊല്ലി കലാപം ഉണ്ടായതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ചാവ സിനിമ ജനങ്ങളുടെ മനസ്സിൽ ഔറംഗസേബിനെതിരെ കോപം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാലും എല്ലാവരും മഹാരാഷ്ട്രയെ സമാധാനപരമായി നിലനിർത്തണമെന്ന്. ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കലാപരിപാടി ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെയെങ്കിലും നടന്നതായി കേട്ടിട്ടുണ്ടോ? 300-ലധികം വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു മുഗൾ ചക്രവർത്തിയുടെ പേരിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകമെല്ലാം കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ യുവാക്കൾ കലാപം നടത്തുക, വടുവാളും കുറുവടിയും പിടിച്ചുകൊണ്ടാണ് ആളുകൾ കലാപത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഈ കലാപകാരികൾ ആരാണ് എന്ന്. തീവ്രവാദ സംഘടനകളായ ബജറംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തുമാണ് ഔറംഗസേബിനെതിരെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഹൃദയഭേദകമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരം കലാപത്തിന് ഇറങ്ങുന്നവർ യുവാക്കളാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ കലാപത്തിലേക്ക് തിരിയാനുള്ള കാരണം? മറ്റൊന്നുമല്ല, ഇവർക്കൊന്നും തൊഴിലില്ല, ചിന്തിക്കാനുള്ള വിവേകമില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നതിന് സാമാന്യ വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ തൊഴിലും വിദ്യാഭ്യാസവും കുടുംബവുമുള്ള ആരെങ്കിലും ഇത്തരം പരിപാടിക്കായി ഇറങ്ങുമോ? BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്. തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാത്ത വലിയൊരു വിഭാഗം യുവാക്കളാണ് മോദിയുടെ കീഴിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അവരാണ് ഇവരുടെ എല്ലാ ശക്തിയും. സ്വന്തം ജീവൻ കൊടുത്ത് കലാപമുണ്ടാക്കുന്നതിനും അതുവഴി ഇവരെ ഭരണത്തിൽ നിലനിർത്തുന്നതിനും ഇവർക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ല. ലജ്ജ തോന്നാനും തലയ്ക്കകത്ത് മിനിമം ഒരു കുന്നിക്കുരുവിന്റെ വലിപ്പമുള്ള തലച്ചോറെങ്കിലും വേണ്ടേ? ഇവിടെ കലാപത്തിന്റെ മറ്റു ചില ദൃശ്യങ്ങളാണ് ഇത്. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. ഇതെല്ലാം യുവാക്കളാണ് എന്നുള്ളതാണ്. രാജ്യത്തെ മുൻപോട്ട് നയിക്കേണ്ട യുവജനതയാണ് കണ്ണിൽ കണ്ടതെല്ലാം തല്ലിപ്പൊട്ടിച്ചും തീവച്ചും ഭ്രാന്ത് പിടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വലിയൊരു വിഭാഗം യുവജനങ്ങളും വെറും ക്രിമിനലുകൾ ആയി മാറിയിരിക്കുകയാണ്. അതാണ് ഇവർക്ക് വേണ്ടതും. ഈ കലാപത്തെ തുടർന്ന് നാഗ്പൂരിലെ വിവിധ സ്ഥലങ്ങളിൽ സെക്ഷൻ 163-ന്റെ കീഴിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സിനിമ നിർമ്മിച്ചവർ
500-ൽ പരം കോടി രൂപയാണ് പോക്കറ്റിലാക്കിയത്. എന്നാൽ അവർ വലിയ ലാഭം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളാണ് ദുരിതത്തിലേക്ക് നീങ്ങുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കിയാണ് BJP അധികാരത്തിൽ എത്തിയത്. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം തീർന്നപ്പോൾ അവർക്ക് അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ പുതിയ പുതിയ കലാപങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് 318 വർഷം മുമ്പ് മരിച്ച് മണ്ണടിഞ്ഞ ഔറംഗസേബിന്റെ പേരിൽ രാജ്യത്തെ യുവാക്കളെ കലാപത്തിലേക്ക് തള്ളിവിടുന്നത്. ഇപ്പോഴത്തെ RSSന്റെ പുതിയ പരിപാടി എന്താണ് എന്ന് വെച്ചാൽ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു സിനിമയുണ്ടാക്കാൻ ബോളിവുഡിനോട് ആവശ്യപ്പെടും. എന്നിട്ട് ഗോദി മീഡിയകളിൽ രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങൾ ഒന്നും ചർച്ച ചെയ്യാതെ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്ത് അത് വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ ആളിക്കത്തിക്കാൻ അവർക്ക് പണം കൊടുത്ത് അവരോട് ആവശ്യപ്പെടും. അതിനുശേഷം മതഭ്രാന്ത് പിടിച്ച രാജ്യത്തെ നേതാക്കൾ അതിന്റെ പേരിൽ യുവാക്കളുടെ മനസ്സിലേക്ക് വിദ്വേഷം കുത്തിവയ്ക്കും. എന്നിട്ട് അവരെ കൊണ്ട് കലാപം അഴിച്ചുവിടും. അതുവഴി യുവാക്കൾ സ്വന്തം പ്രശ്നങ്ങളെല്ലാം മറന്ന് ഇതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ എന്തിനും തയ്യാറായി തെരുവിൽ ഇറങ്ങും. അതോടെ ഇവരുടെ അധികാരത്തിൽ തുടരുക എന്നുള്ള ലക്ഷ്യം ഈസിയായി സാക്ഷാത്കരിക്കപ്പെടും. ഈ കലാപം നടത്തുന്നവർക്ക് ഔറംഗസേബ് ആരെന്ന് പോലും അറിയില്ല. ഇവിടെ കലാപം നടത്തിയവർ ഔറംഗസേബ് ആണ് എന്ന് വിചാരിച്ച് കത്തിച്ച പോസ്റ്റർ ബഹാദൂർ ഷാ സഫറിൻ്റെതാണ് എന്ന ഈ വാർത്ത അതിന് തെളിവാണ്. ഈ ബഹാദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ ബലി കഴിച്ചവരുമാണ്. ഒരുപക്ഷെ സംഘികളുടെ പ്രിയപ്പെട്ടവരായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനാൽ ആവാം അവർ ഇദ്ദേഹത്തിന്റെ പോസ്റ്റർ കത്തിച്ചത് എന്നാണ് ചരിത്രകാരൻ അശോക് കുമാർ പാണ്ഡെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അംബേദ്കറുടെ കൊച്ചുമകനായ പ്രകാശ് അംബേദ്കർ പറയുന്നത് അടുത്ത പാർലമെന്റ് ഇലക്ഷനിലേക്കുള്ള BJPയുടെ അജണ്ടയാണ് ഔറംഗസേബ്. ഇവർക്ക് ഔറംഗസേബിന്റെ ശവകുടീരം അടുത്ത അയോധ്യയാണ്. 2026-ൽ പാർലമെന്റിലേക്ക് ഇലക്ഷൻ നടക്കും. അപ്പോൾ BJPയും RSSും ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ പേരിലായിരിക്കും തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. നിങ്ങൾ വായിച്ചതെല്ലാം ശരിയാണ്. ഔറംഗസേബിന്റെ ശവകുടീരമാണ് BJPക്ക് അടുത്ത അയോധ്യ. 2026-ൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഈ ഔറംഗസേബ് നാടകം അരങ്ങേറുന്നത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും വോട്ടേഴ്സ് ലിസ്റ്റിലെ വലിയ ക്രമക്കേടുകളെക്കുറിച്ചും ശബ്ദമുയർത്തിയ വേളയിൽ ആണെന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. തീർച്ചയായും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം തന്നെയാണ് ഇത്. തൊഴിലില്ലായ്മ, അഴിമതി, വിലക്കയറ്റം, ക്രോണിക് ക്യാപിറ്റലിസം, കൃഷിക്കാർ നേരിടുന്ന വലിയ പ്രതിസന്ധി, ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി തിരിച്ചുവിടാനുള്ള ക്രിമിനൽ BJP സംഘത്തിന്റെ കലാപരിപാടിയാണ് ഇതെന്ന് ഉറപ്പാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച മഹാരാഷ്ട്രയിലെ കർഷകൻ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ കർഷകരോടുള്ള അവഗണന മൂലം കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. ചരിത്രകാരൻ അശോക് കുമാർ പാണ്ഡെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അംബേദ്കറുടെ ഉദയത്തിന് നാന്ദിയായ ഇതുവരെ കലാപം ഉണ്ടാകാത്ത നാഗ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. 1707-ൽ മരിച്ച ഔറംഗസേബിന് വേണ്ടി ഒരു ലളിതമായ കല്ലറയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് 318 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2025-ൽ ഓർമ്മ വന്നിരിക്കുകയാണ്. വെറും 12 രൂപ 75 പൈസയ്ക്ക് നിർമ്മിച്ച ആ കല്ലറ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന്. തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു അധ്യാപകൻ 18 വർഷമായി ശമ്പളം ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത സമയത്ത് മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ മഹാരാഷ്ട്രയിലെ കർഷകൻ ആത്മഹത്യ ചെയ്ത സമയത്ത് ശതകോടീശ്വരന്മാരുടെ ശതകോടിക്കണക്കിന് ഉള്ള കടങ്ങൾ എഴുതി തള്ളുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ കോപത്തിലാണ്. അപ്പോൾ ജീവനുള്ള മനുഷ്യർ ശവങ്ങളായി ശവക്കല്ലറയുടെ മുകളിൽ വീഴുന്നതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് വേണ്ടത്? വർത്തമാനകാലവും ഭാവിയും അവഗണിച്ച് ഭൂതകാലത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ പൗരന്മാരുടെ സമൂല നാശത്തിന്റെ കഥയാണ് എഴുതുന്നത്. ഇന്ത്യക്ക് പ്രസന്റ്ലി വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അവരെ ഭൂതകാലത്തിലേക്ക്, ശിലായുഗത്തിലേക്ക് തിരിച്ചുവിടുകയാണ് നോൺ ബയോളജിക്കൽ മോദി ഭരണം. എന്തുകൊണ്ടാണ് നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴുള്ളപ്പോൾ
ഔറംഗസേബിനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്യുന്നത് എന്ന് ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് AI ചോദിച്ചപ്പോൾ വളരെ കൃത്യമായ മറുപടിയാണ് ലഭിച്ചത്. രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങളായ കടബാധ്യത, തൊഴിലില്ലായ്മ, കർഷകരുടെ ആത്മഹത്യ എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ രാജ്യത്തിന് യാതൊരു ഗുണവുമില്ലാത്ത നൂറുകണക്കിന് വർഷം മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് മീഡിയകൾ ചർച്ച ചെയ്യാനുള്ള കാരണം. ചരിത്രകാരൻ അശോക് കുമാർ പാണ്ഡെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയും രാജ്യത്തെ ഭാവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാതെയും ഭൂതകാലത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിനെ വഴിതെളിക്കും.